ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും? ദൗത്യ നിർവഹണത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതാണ് അഭിഷേകം. സ്പെഷ്യൽ എംപവർമെൻറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പ്രത്യേകമാകുന്ന ശക്തീകരണമാണ്. ഒരു പ്രത്യേക ദൗത്യം നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ആ ദൗത്യം ചെയ്തു തീർക്കുവാൻ വേണ്ടി അവിടുന്ന് നമ്മുടെ മേൽ പകരുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. അഭിഷേകത്തിൽ അനുഗ്രഹമുണ്ട്, അഭിഷേകത്തിൽ സംരക്ഷണമുണ്ട്, അഭിഷേകത്തിൽ ശക്തീകരണമുണ്ട്, ബ്ലെസ്സിങ് ഉണ്ട്, പ്രൊട്ടക്ഷനുണ്ട്, എംപവർമെൻ്റ് ഉണ്ട്. ആ അഭിഷേകം നമ്മിൽ വസിക്കുമ്പോൾ, ആ അഭിഷേകത്തെ വഹിക്കുന്നവരായി നാം തീരുമ്പോൾ, അഭിഷേകത്തിൽ ചലിക്കുമ്പോൾ അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും? ചില വാക്യങ്ങളിലൂടെ നമുക്ക് ഓട്ടപ്രദക്ഷിണം നടത്താം. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും? നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു എങ്കിൽ ദൈവരാജ്യ സംബന്ധമായ ഒരു ദൗത്യം നിങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും? ഒന്നാമതായിട്ട് 1 യോഹന്നാൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും. അഭിഷേകത്തിന് ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഭിഷേകത്തിന് നമ്മെ ഉപദേശിക്കുവാൻ കഴിയും. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല എന്നത് തെറ്റിദ്ധരിക്കരുത്. ദൈവവചന പ്രഘോഷണം നടത്തുന്ന, ദൈവവചനം പഠിപ്പിക്കുന്ന അഭിഷക്തരിലൂടെയുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ആ അഭിഷേകം നിങ്ങൾക്ക് ഉപദേശിച്ചു തരുമ്പോൾ, ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ സന്ദേശത്തിലൂടെയും നിങ്ങൾക്ക് ഉപദേശങ്ങൾ ലഭിക്കും. അത് നിങ്ങളിൽ വസിക്കുന്ന അഭിഷേകമാണ് ആ ഉപദേശത്തെ സ്വീകരിക്കുന്നത്. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് അഭിഷേകം. നമ്മിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അഭിഷേകത്തിന് നമ്മളെ ഉപദേശിക്കുവാൻ കഴിയും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിവില്ല. നമുക്ക് ഉപദേശങ്ങൾ ആവശ്യമാണ്, നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള വഴി അറിയേണ്ടത് ആവശ്യമാണ്. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഡെസ്റ്റിനിയിൽ എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് സഹായം ആവശ്യമാണ്. ഇതെല്ലാമാണ് നമുക്ക് ഉപദേശങ്ങളിലൂടെ ലഭിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും. ഈ വഴിയിലൂടെ പോകുകയാണെങ്കിൽ അപകടങ്ങളുണ്ട്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ വിജയം ലഭിക്കും. ഈ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതുമൂലം തകർച്ചയുണ്ടാകുമെന്ന് അനുഭവ സമ്പത്തുള്ളവർ നമ്മെ ഉപദേശിക്കും. അതാണ് ഉപദേശങ്ങൾ. അതിൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ളത് പരിശുദ്ധാത്മാവിനല്ലേ. പരിശുദ്ധാത്മാവിനാൽ ലഭ്യമായിരിക്കുന്ന ആ അഭിഷേകത്തിന് നമ്മെ ഉപദേശിക്കുവാൻ കഴിയും. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ, ശരിയായ ദിശയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ അഭിഷേകത്തിലൂടെ സ്വീകരിക്കുവാൻ കഴിയും. അതോടൊന്നിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ പരാമർശിക്കുവാനുള്ളത്, ദൈവരാജ്യത്തിൽ ശുശ്രൂഷിക്കുന്ന പലരിൽ നിന്നും ഫോൾസ് ടീച്ചിങ് പുറപ്പെടുന്നുണ്ട്. അവരെ ഫോൾസ് ടീച്ചേഴ്സ് എന്ന് ബൈബിൾ വിളിക്കുന്നു, അല്ലെങ്കിൽ ദുരുപദേഷ്ടാക്കന്മാർ എന്ന് വിളിക്കുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, എന്നാൽ
കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ദുരുപദേഷ്ടാക്കന്മാരെ തിരിച്ചറിയുവാൻ അഭിഷേകം നമ്മെ സഹായിക്കും. ഒരു വ്യക്തി പഠിപ്പിക്കുന്ന ആ ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണോ, അത് തിരിച്ചറിയുവാൻ അഭിഷേകം നമ്മെ സഹായിക്കും. ആ പഠിപ്പിക്കുന്ന വ്യക്തി ഒരു ഫോൾസ് ടീച്ചറാകുന്നുവോ, അഭിഷേകം നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരും. ദുരുപദേഷ്ടാക്കന്മാരെ, ഫോൾസ് ടീച്ചേഴ്സിനെ, അവരുടെ ഒരു പ്രത്യേക കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ വാക്യത്തിൽ തന്നെ, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഈ ഫോൾസ് ടീച്ചേഴ്സിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഫോൾസ് ടീച്ചേഴ്സിനെ തിരിച്ചറിയുവാൻ കഴിയും? ഫോൾസ് ടീച്ചേഴ്സിൻ്റെ ഉപദേശങ്ങളിൽ വളരെ നുഴഞ്ഞു കയറി വരുന്നൊരു കാര്യം കാണാൻ കഴിയും. എന്താണ്? യേശുക്രിസ്തുവിൽ നിന്ന് മെല്ലെ ശ്രദ്ധ തിരിച്ച് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നതാണ് ഈ ഫോൾസ് ടീച്ചിങ്ങിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇനി ഇത് ടീച്ച് ചെയ്യുന്ന ടീച്ചറിന് പോലും ഒരുപക്ഷെങ്കിൽ അറിയില്ലായിരിക്കും താനൊരു ഫോൾസ് ടീച്ചിങ്ങിലേക്കാണ് പോകുന്നത് എന്ന്. എന്നാൽ അവിടെ കാണുന്നൊരു പ്രധാനപ്പെട്ട അടയാളമാണ് യേശുക്രിസ്തുവിൽ നിന്ന് ശ്രദ്ധ മാറും. യേശുക്രിസ്തുവിൽ നിന്ന് ശ്രദ്ധ മാറി ഒന്നുകിൽ ഒരു മനുഷ്യനിലേക്ക് ശ്രദ്ധ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധ പതറിയതിന് ശേഷം ഒന്നാം സ്ഥാനം യേശുവിന് അല്ലാതായിത്തീരുന്ന നിലയിലുള്ള പഠിപ്പിക്കലുകളാണ് ദുരുപദേഷ്ടാക്കന്മാരുടെ പഠിപ്പിക്കലുകൾ. അങ്ങനെയുള്ള പഠിപ്പിക്കലുകളാണ് ഫോൾസ് ടീച്ചേഴ്സിൻ്റെ പഠിപ്പിക്കലുകൾ. അവർക്ക് പല അടയാളങ്ങൾ ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ ദുഷ്കാമ പ്രവർത്തികൾ, അല്ലെങ്കിൽ അവിടെ വെളിപ്പെടുന്ന അത്തരത്തിലുള്ള പാപപ്രവർത്തികൾ, ദ്രവ്യാഗ്രഹം, കൗശലവാക്ക്, ഇതൊക്കെ അതിൻ്റെ അടയാളങ്ങളാകുന്നു. അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ഫോൾസ് ടീച്ചേഴ്സിനെ തിരിച്ചറിയുവാൻ കഴിയും. മാത്രമല്ല, അഭിഷേകം നമ്മെ ഉപദേശിക്കും. ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ചെയ്യുവാൻ തക്കവണ്ണമായിട്ട് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അനുഗമിക്കുവാൻ തക്കവണ്ണമുള്ള നല്ല ഉപദേശങ്ങൾ നൽകി തരുവാൻ നിങ്ങളുടെ ഉള്ളിലുള്ള അഭിഷേകത്തിന് പ്രാപ്തിയുണ്ട്. മറ്റൊരു കാര്യം, രണ്ടാമതായിട്ട് അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും. 2 കൊരിന്ത്യർ അതിൻ്റെ 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അഭിഷേകം നിങ്ങളിൽ വരികയാണെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ ഉറയ്ക്കും, ക്രിസ്തുവിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിത്തീരും. യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലുള്ള ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. രക്ഷിക്കപ്പെടുന്ന ദിവസം മുതൽ അത് ആരംഭിക്കുകയാണ്. ഒരു ദീർഘമാകുന്ന യാത്രയാണ്. ആ യാത്രയിലാണ് നമുക്ക് വളർച്ച ലഭിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മൾ പക്വതയിലേക്ക്, മെച്യൂരിറ്റിയിലേക്ക് വളരുകയാണ്. ആ യാത്രയിൽ നമ്മെ ഉറപ്പിക്കുന്നത് അഭിഷേകമാകും. ഇനി ഒരിക്കലും മറ്റൊന്നിലേക്ക് മാറിപ്പോകാതെ, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകാതെ, പാപത്തിലേക്ക് വീണുപോകാതെ, യേശുവിനെ ഉപേക്ഷിച്ച് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാതെ ക്രിസ്തുവിൽ തന്നെ തുടരുവാൻ, ശേഷിക്കുന്ന ആയുസ് ക്രിസ്തുവിൽ തന്നെ തുടരുവാൻ തക്കവണ്ണം നമ്മെ ഉറപ്പിക്കുന്നത് അഭിഷേകമാകുന്നു. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മുടെ മേൽ വന്നിരിക്കുന്ന അഭിഷേകം, ദൈവമാണ് നമ്മെ ഉറപ്പിക്കുവാൻ വേണ്ടി അവിടുത്തെ അഭിഷേകം നമ്മിൽ പ്രവർത്തിക്കുന്നതിനാൽ എല്ലാ പതർച്ചകളിൽ നിന്നും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയും. ഈ യാത്രയിൽ, ഈ മുന്നോട്ടുള്ള ക്രിസ്തീയ യാത്രയിൽ വരുന്ന എല്ലാ വഴിതടസ്സങ്ങളെയും ജയിക്കുവാൻ കഴിയും. ഈ യാത്രയിൽ വരുന്ന എല്ലാ ക്ഷീണങ്ങളെയും, വരുന്ന എല്ലാവിധമാകുന്ന ജീവിതത്തിൽ വരുന്ന സംഘർഷങ്ങളെയും ജയിക്കുവാനും ക്രിസ്തുവിൽ ഉറയ്ക്കുവാനും തക്കവണ്ണം അഭിഷേകം നിങ്ങളിൽ പ്രവർത്തിക്കും.
വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മൂന്നാമതായിട്ട് അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും? 1 യോഹന്നാനിൽ തന്നെ അതിൻ്റെ 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. ഇതൊരു അത്ഭുതകരമാകുന്ന രഹസ്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൽ, പരിശുദ്ധാത്മാവിനാൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവപൈതൽ, ആ ദൈവപൈതലിൻ്റെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. ആത്മാവിൽ ആ വ്യക്തിയുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ആ വ്യക്തിക്ക് ആത്മാവിൽ സകലവും അറിയാം. സകലവും അറിയാവുന്ന നിലയിലേക്ക് നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് ന്യൂ ക്രിയേഷനായി തീർന്നിരിക്കുകയാണ്. മനുഷ്യാത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുകയാണ്. ഒരു മഹാത്ഭുതമാണ്. അതുമാത്രമല്ല, ആ അറിവിനെ നമുക്ക് നമ്മുടെ പ്രായോഗിക തലത്തിലേക്കും കൊണ്ടുവരുവാൻ കഴിയും. നമ്മുടെ പ്രാണൻ്റെയും ശരീരത്തിൻ്റെയും തലത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. പ്രാണനും ശരീരവും അതിനെ പരിമിതപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആത്മാവിൽ അറിയാൻ കഴിയുന്ന എല്ലാ അറിവും നമുക്ക് പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. അതിനെ പരിമിതപ്പെടുത്തുന്ന ഒരു കാര്യമാകുന്നു ഈ ശരീരമെന്ന് പറയുന്നത്. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. ഇവിടെയും ശ്രദ്ധിക്കണം, ആ അറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ വിജയകരമായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഈ അധ്യായത്തിൽ തന്നെ 2-ാമത്തെ അധ്യായത്തിൽ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വന്നാണ് 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. അപ്പോൾ ഇവിടെ ഒരു വെളിപ്പെടുത്തലാണ്. എതിർ ക്രിസ്തുക്കൾ, ദൈവവചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചിലർ, അവര് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേറ്റവരാണ്. അവരെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് പരിശുദ്ധനാൽ ലഭ്യമായിരിക്കുന്ന അഭിഷേകം അറിവ് നൽകുന്നു. നന്മയെയും തിന്മയെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് അറിവ് നൽകുന്നു. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അറിവ് ലഭിക്കുകയാണ്. അഭിഷേകത്താൽ നമുക്ക് അറിവ് ലഭിക്കുകയാണ്. ആ അറിവ് വളരെ ആവശ്യമാണ്. ആ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ കഴിയുകയുള്ളൂ. അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തെറ്റായ തെരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പുകൾ മുഖാന്തരം സമയം നഷ്ടമാകുന്നു, പണം നഷ്ടമാകുന്നു, ആരോഗ്യം നഷ്ടമാകുന്നു, മനസമാധാനം നഷ്ടമാകുന്നു. പകരം ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി നമുക്ക് അറിവ് ആവശ്യമാണ്, നോളജ് ആവശ്യമാണ്. ഈ നോളജ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ വരുന്ന നോളജ് അല്ല, അഭിഷേകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവാകുന്നു. അതൊരു അന്തരജ്ഞാനമാകുന്നു. ആ അറിവ് അഭിഷേകത്താൽ നമുക്ക് ലഭിക്കും. നിങ്ങളുടെ മേലുള്ള അഭിഷേകം നിങ്ങൾക്ക് അറിവ്, നോളജ് നൽകിത്തരുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കിയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും? ഇതാ ഇവിടെ 4-ാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യും. അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശുദ്ധനായി ജീവിക്കണം, നീതി നിങ്ങളിൽ നിന്ന് പുറപ്പെടണമെന്നുള്ള ആ തീവ്രമാകുന്ന ആഗ്രഹമായിരിക്കും പ്രകടമാകുന്നത്. ദുഷ്ടതയെ ദ്വേഷിക്കും. രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു അടയാളമെന്ന് പറയുന്നത് പാപത്തോട് തോന്നുന്ന വെറുപ്പാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ നമ്മൾ പാപത്തിൽ ജീവിച്ചിരുന്നു. പാപം നമുക്ക് ഒരുപാട് സുഖം നൽകി തരുമായിരുന്നു. ആ സുഖങ്ങൾ മുഴുവൻ ആസ്വദിച്ചാണ് നമ്മൾ ജീവിച്ചിരുന്നത്. രക്ഷിക്കപ്പെടുന്നതോടുകൂടെ വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ്. എന്താണ്? നീതിയെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുന്നു, ദുഷ്ടതയെ ദ്വേഷിക്കുവാൻ തുടങ്ങുന്നു, പാപത്തോട് വെറുപ്പായി തീർന്നിരിക്കുന്നു. അഭിഷേകം നിങ്ങളിൽ വ്യാപരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ദുഷ്ടതയെ
ദ്വേഷിക്കുകയും പാപത്തെ ദ്വേഷിക്കുകയും നീതിയെ ഇഷ്ടപ്പെടുകയും ചെയ്യും. സത്യത്തെ ഇഷ്ടപ്പെടും, വിശുദ്ധിയെ ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഒരു വലിയ അത്ഭുതം അഭിഷേകത്താൽ ലഭിക്കുന്നു. അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയും? വീണ്ടും അഞ്ചാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു, അഭിഷേകം നിങ്ങളിൽ വ്യാപരിക്കുന്ന സന്ദർഭത്തിൽ യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അഞ്ചാമതായിട്ട് അഭിഷേകത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അതിൻ്റെ 14-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി, അവന് വേണ്ടി എണ്ണ പൂശി എന്നുള്ളത് ഇംഗ്ലീഷിൽ അനോയിൻറ്റ് എന്നുള്ള വാക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഭൗതികമായ നിലയിൽ എണ്ണ പൂശുന്നതിനെ കുറിച്ചാണ്, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവിടെയും അഭിഷേകത്തിന് ഉള്ള ഒരു പ്രാപ്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിലുള്ള അഭിഷേകത്തിന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. അഭിഷേകത്തിന് ഉപദേശിക്കുവാൻ മാത്രമല്ല കഴിയുന്നത്, അഭിഷേകത്തിന് അറിവ് നൽകി തരുവാൻ മാത്രമല്ല കഴിയുന്നത്, അഭിഷേകത്തിന് നീതിയെ സ്നേഹിക്കുവാൻ വേണ്ടിയുള്ള പ്രാപ്തി നൽകി തരുവാൻ മാത്രമല്ല അഭിഷേകത്തിന് കഴിയുന്നത്. അഭിഷേകത്തിന് നിങ്ങളുടെ ശാരീരിക ആവശ്യം, ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ അഭിഷേകത്തിന് ശാരീരിക സൗഖ്യം നൽകി തരുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ രോഗത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയധികമായി നമ്മുടെ മേൽ അഭിഷേകം ചലിക്കണം, അഭിഷേകത്തിൻ്റെ തീ നമ്മുടെ മേൽ കത്തണം. അനാവശ്യമാകുന്ന രോഗാത്മാക്കൾ ശരീരത്തിൽ പ്രവേശിക്കരുത്. അഭിഷേകം രോഗികളെ സൗഖ്യമാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആറാമതായിട്ട് അഭിഷേകത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ അഭിഷേകത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? 38-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ആളുകളെ സഹായിക്കുവാൻ കഴിയും, രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും, സതുപദേശങ്ങൾ അവർക്ക് കൊടുക്കുവാൻ കഴിയും, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ കഴിയുന്ന നിലയിലേക്ക് ദൈവം ഉയർത്തും. അഭിഷേകം നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യുവാൻ കഴിയും. അഭിഷേകം നമ്മിൽ വ്യാപരിക്കുമ്പോൾ പിശാചു ബാധിച്ചവരെ വിടുവിക്കുവാൻ കഴിയും. ഡെലിവറൻസ് മിനിസ്ട്രി, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ. നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധ ആത്മാവിനാലാണ് അഭിഷേകം നിങ്ങളിൽ ചലിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്തിന് ദുരാത്മാവിനെ പുറത്താക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ദുരാത്മാവിനെ പുറത്താക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. 28-ാമത്തെ വാക്യത്തിൽ, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ഇന്നീ ലോകത്തിൽ ദുരാത്മാക്കളുടെ പ്രവർത്തികൾ ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സമൂഹത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന ഡ്രഗ് അഡിക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി തിന്മകളങ്ങ് പെരുകുകയാണ്. തിന്മകളുടെ എല്ലാം പിന്നിൽ ദുരാത്മാക്കളുണ്ട്. അഭിഷേകമുള്ളവർ ഈ വചനം സ്വീകരിക്കണം. നിങ്ങളിലുള്ള അഭിഷേകത്തിന് പ്രത്യേകമാകുന്നൊരു പ്രാപ്തിയുണ്ട്. ദൈവാത്മാവിനാൽ ലഭ്യമായിരിക്കുന്ന അഭിഷേകത്തിന് ദുരാത്മാക്കളെ പുറത്താക്കാനുള്ള ശക്തിയുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതേ വാക്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് വായിക്കാം. ഞാൻ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അഭിഷേകത്തിന് നമ്മെ ഉപദേശിക്കുവാൻ കഴിയും.
അഭിഷേകത്തിന് നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ കഴിയും. അഭിഷേകത്തിന് നമുക്ക് അറിവ് നൽകി തരുവാൻ കഴിയും. അഭിഷേകം നമ്മിൽ വരുമ്പോൾ നാം നീതിയെ ഇഷ്ടപ്പെടും. അഭിഷേകത്തിന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. അഭിഷേകത്തിന് നന്മ ചെയ്യുവാൻ കഴിയും. അഭിഷേകത്തിന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും. ഏറ്റവും അവസാനമായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 61-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അഭിഷേകത്തിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. ഒരു നീണ്ട ലിസ്റ്റാണ് അഭിഷേകത്തിന് ചെയ്യുവാൻ കഴിയുന്ന ഒരു നീണ്ട ലിസ്റ്റ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടങ്ങുന്നത് എളിയവരോട്. എളിയവരെന്ന് പറയുമ്പോൾ ദരിദ്രന്മാരോട്. പൂർ എന്ന വാക്കാണ് നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ, സുവിശേഷം ഘോഷിപ്പാൻ. ഈ വാക്യം തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു നസ്രയത്തിൽ വന്ന് പള്ളിയിൽ വന്ന് പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ യേശു ഈ വാക്യം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. അപ്പോൾ ഒരു ലിസ്റ്റ് ശ്രദ്ധിച്ച്: ദരിദ്രന്മാര്, കുരുടന്മാര്, ബദ്ധന്മാര്, പീഡിതന്മാര്, ഹൃദയം തകർന്നവർ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ൽ ഹൃദയം തകർന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ഭാഗം അങ്ങ് വിട്ടുപോയി. ആ ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക: ദരിദ്രന്മാര്, ഹൃദയം തകർന്നവർ, ബദ്ധന്മാര്, കുരുടന്മാര്, പീഡിതന്മാര്. ഇതെല്ലാം എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ രാജ്യത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അല്ലെങ്കിൽ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ജീവന്റെയും ആത്മാവിൻ്റെയും പ്രമാണത്തിൻ്റെ കീഴിൽ ഇവയില്ല. ദൈവരാജ്യത്തിൻ്റെ കീഴിൽ ഇവയില്ല. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിൽ ഇവയില്ല. ഇത് എന്തിൻ്റെ കീഴിൽ വരുന്നതാണ്? ദാരിദ്ര്യം മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് വരുന്നതാകുന്നു. ഹൃദയ തകർച്ച, ബദ്ധന്മാർ, കുരുടന്മാർ, പീഡിതന്മാർ, അങ്ങനെയുള്ളവരെ വിടുവിക്കുവാൻ വേണ്ടി അഭിഷേകത്തിന് പ്രാപ്തിയുണ്ട്. അഭിഷേകം നിന്നിൽ ചലിക്കുമ്പോൾ ദരിദ്രന്മാരായി കിടക്കുന്ന മനുഷ്യരുടെ മേൽ സുവിശേഷത്തിൻ്റെ ശക്തി ചെന്ന് അവരായിരിക്കുന്ന ആ സാഹചര്യങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഉള്ളിലാക്കും. ദൈവരാജ്യത്തിൽ ദാരിദ്ര്യമില്ല, ദൈവരാജ്യത്തിൽ ബന്ധനമില്ല, ദൈവരാജ്യത്തിൽ പിശാചില്ല, ദൈവരാജ്യത്തിൽ ഹൃദയത്തകർച്ചയില്ല, ദൈവരാജ്യത്തിൽ ആത്മീക കുരുടന്മാരില്ല. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. പിശാചിൻ്റെ രാജ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന സകലവിധമാകുന്ന സ്വാധീനങ്ങളെയും തകർക്കുവാൻ പ്രാപ്തിയുള്ള ശക്തീകരണമാണ് അഭിഷേകം. പിശാചിൻ്റെ രാജ്യത്തിൻ്റെ കീഴിൽ വ്യാപരിക്കുന്ന പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തിയെ തകർക്കുവാൻ പ്രാപ്തിയുള്ളതാണ് അഭിഷേകം. പിശാചിൻ്റെ രാജ്യത്തിൻ്റെ കീഴിൽ വ്യാപരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ പ്രാപ്തിയുള്ളതാണ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. പിശാചിൻ്റെ രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ആന്തരിക മുറിവുകൾ, ഹൃദയ തകർച്ചകൾ, തകർന്ന ബന്ധങ്ങൾ, വാശി, വൈരാഗ്യം, പിണക്കം, കോപം, പക, വിരോധം, നീരസം, അനിഷ്ടം തുടങ്ങിയ എല്ലാ തിന്മകളെയും തകർക്കുവാൻ പ്രാപ്തിയുള്ളതാണ് അഭിഷേകം. പിശാചിൻ്റെ രാജ്യത്തിൻ്റെ കീഴിലുള്ള ആ ഇരുട്ടിൻ്റെ കീഴിലുള്ള പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൻ്റെയും കീഴിലുള്ള ബന്ധനങ്ങൾ, അവിടെ ഉള്ള തടവറകളെ തകർക്കുവാൻ പ്രാപ്തിയുള്ളതാണ് അഭിഷേകം. അവിടെ അന്ധരായിരിക്കുന്ന, ആത്മിക അന്ധരായിരിക്കുന്നവരെ
അവർക്ക് കാഴ്ച കൊടുക്കുവാൻ പ്രാപ്തിയുള്ളതാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. ആ അഭിഷേകത്തെ വഹിക്കുന്നവരാണ് ഈ ശബ്ദം കേൾക്കുന്നവർ. ഇതുവരെയും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഇതുവരെയും നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സമയം നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വരട്ടെ. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വരികയാണെങ്കിൽ ഈ അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. ഈ അഭിഷേകം നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കും. ഈ അഭിഷേകം നിങ്ങൾക്ക് അറിവ് നൽകിത്തരും. ഈ അഭിഷേകം നിങ്ങൾ നീതിയെ ഇഷ്ടപ്പെടുന്നവരാക്കി തീർക്കും. ഈ അഭിഷേകത്താൽ നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാകും. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ നന്മ ചെയ്യുന്നവരായി തീരും. ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കും. ഈ അഭിഷേകം വരുമ്പോൾ ദാരിദ്ര്യം മാറിപ്പോകും. ഈ അഭിഷേകം വരുമ്പോൾ പാപം മാറിപ്പോകും. ഈ അഭിഷേകം വരുമ്പോൾ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന തടവറകൾ തകർന്നു പോകും. ഈ അഭിഷേകം വരുമ്പോൾ നിങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും തകർന്നു പോകും. ഈ അഭിഷേകം വരുമ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആത്മിക അന്ധതകൾ മാറിപ്പോകും. ഈ അഭിഷേകം നിങ്ങളെ വെളിച്ചത്തിൻ്റെ ഉള്ളിലാക്കും. ഈ അഭിഷേകം നിങ്ങളെ സമൃദ്ധിയുടെ ഉള്ളിലാക്കും. ഈ അഭിഷേകം നിങ്ങളെ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും ഉള്ളിലാക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്ന അങ്ങിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന അഭിഷേകം അവരിൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം തുറക്കുക. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, ഞാൻ അങ്ങയെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, അവരെ തൊടണമേ. അവരുടെ ഹൃദയവാതിലുകളെ അങ്ങ് തുറന്നിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ അങ്ങിൽ നിന്ന് പുറപ്പെടുന്ന ദാനമാകുന്ന രക്ഷ അവർ അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയുക. പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം കർത്താവെ അവരെ അസാധാരണമാകുന്നൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ അഭിഷേകത്തിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമെന്നുള്ള വെളിപ്പാടിൽ ജീവിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. രോഗബാധകൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളെയും യേശുവിൻ നാമത്തിൽ തകർത്തു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വീൽ ചെയറിലിരിക്കുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ നിന്റെ കാലുകളിലും അസ്ഥിമാംസ പേശികളിലും ഇപ്പോൾ ശക്തി വ്യാപരിച്ച് നിന്നെ തളർത്തിയ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഇപ്പോൾ നീ സൗഖ്യമാകുക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുക. എഴുന്നേറ്റ് നടക്കുക. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യണം കർത്താവേ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഉദ്ധരിക്കണമേ. വഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് കാണുവാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. മറ്റുള്ളവരുമായിട്ട് ദയവായി ഇത് ഷെയർ ചെയ്യണമേ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.